ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം വണ്ടൂരിൽ MSFും KSU പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷമാണ് സംഘർഷമുണ്ടായത്. പരിപാടിക്ക് ശേഷം നടന്ന സംഗീത നിശയിൽ MSF പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെയും MSFന്റെയും കൊടികൾ വീശുകയായിരുന്നു. ഇത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്ത് ആണ് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. ഇതിനോടൊപ്പം മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ ഒരേ മുന്നണിയിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നു, അതും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? മിഥുന്, ഇന്നലെ വൈകുന്നേരമായിരുന്നു MSFന്റെയും KSUവിന്റെയും പ്രവർത്തകർ ഒരു UDFന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വണ്ടൂർ ടൗൺ സ്ക്വയറിലായിരുന്നു പരിപാടി. ഈ കോൺക്ലേവിന് ശേഷം സംഗീത നിശ്ചയം ഉണ്ടായിരുന്നു. ഈ സംഗീത നിശ്ചയ്ക്കിടെ MSF പ്രവർത്തകർ പച്ചക്കൊടി വീശിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. MSF പ്രവർത്തകർ കൊടി വീശുന്നത് KSU പ്രവർത്തകർ തടഞ്ഞു. ഇത് ചോദ്യം ചെയ്തു. തമ്മിൽ വാക്കുതർക്കമായി, ഉന്തും തള്ളുമായി. തുടർന്ന് മുതിർന്ന പ്രവർത്തകരെത്തി മറ്റു പ്രവർത്തകരെ പിടിച്ചു മാറ്റിയാണ് ആ രംഗം ശാന്തമാക്കിയത്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികളിൽ എവിടെയും മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെ പോലും കൊടികൾ ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു മുസ്ലിം ലീഗിന്റെ കൊടി വീശുന്ന ദൃശ്യങ്ങൾ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും BJP പ്രചരണായുധമാക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് UDF അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. പക്ഷേ ആവശ്യത്തിൽ പ്രവർത്തകർ പച്ചക്കൊടി വീശിയത് KSU പ്രവർത്തകർ തടഞ്ഞപ്പോൾ അത് ഈ ഒരു മേഖലയിൽ ആ ഒരു സമയത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും തമ്മിലടിയിലേക്ക് എത്തുകയും ചെയ്തു. എന്താണെങ്കിലും UDFന്റെ പ്രചരണത്തിൽ ഇത് വലിയ ഒരു തിരിച്ചടി ഉണ്ടായ സംഭവം തന്നെയാണ്. കാരണം ഇത് മറ്റു മുന്നണികൾ LDFും BJPയും വലിയ തോതിൽ പ്രചരണായുധമാക്കും. നിലവിൽ തന്നെ LDFും BJPയും കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അവരുടെ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്. മുസ്ലിം ലീഗിന് അവരുടെ കൊടി ഉയർത്താൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് കൊടി വീശിയതിന് KSU പ്രവർത്തകർ MSF പ്രവർത്തകരെ തടയുകയും അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കെത്തി നിൽക്കേണ്ടായിരിക്കുന്ന ഈ സംഭവം വരും മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അനുമോദ്, നമുക്കറിയാം, നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതായത് മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സ്വന്തം കൊടികൾ പോയും ഉയർത്തി പ്രചരണം നടത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ MSF പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ കൊടി ഉയർത്തി അവർ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊടി ഉയർത്തി അവരുടെ ആവേശം പങ്കിടുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ MSFന് ഇക്കാര്യത്തിൽ കൃത്യമായ വിയോജിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ? ഇതില് ഒരു യാഥാർത്ഥ്യം, പ്രവർത്തകർ ആവേശത്തിലാണ് എപ്പോഴും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. MSF പ്രവർത്തകരാണെങ്കിലും അതേപോലെ KSUകാരാണെങ്കിലും ഏറ്റവും അധികം ആവേശത്തോടെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ പങ്കെടുക്കുന്നവരാണ് അവർ. പ്രത്യേകിച്ച് ഈ ഒരു പ്രചരണത്തിൽ വണ്ടൂരിൽ നടന്ന ഒരു സംഗീത നിശ, ഒരു കോൺക്ലേവ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പൊതുയോഗമോ അത്തരത്തിലുള്ളൊരു പരിപാടിയോ അല്ല. അതിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അത്തരത്തിൽ മുതിർന്ന നേതാക്കളാരും പങ്കെടുക്കുന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തകർ കൊണ്ടുവന്ന കൊടി ആവേശത്തിൽ വീശിയിട്ടുണ്ടാകാം. പക്ഷെ അത് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ കൊടി വേണ്ട എന്നുള്ള ഒരു അലിഖിതമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ധാരണ ഉള്ളത് കൊണ്ടാണ് KSU പ്രവർത്തകരെ തടഞ്ഞത്. ഇത് തന്നെയാണെങ്കിലും ഇത് മുന്നണിയുടെ മുകൾ വശത്തേക്ക്, അതായത് മുസ്ലിം ലീഗോ കോൺഗ്രസോ ഈ ഒരു വിഷയം വലിയ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ചർച്ചയാക്കും തോറും അവർക്ക് തന്നെയായിരിക്കും അതിൽ തിരിച്ചടി എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഇന്ന് രാവിലെ പല നേതാക്കളോടും കൊണ്ട് സംസാരിച്ചപ്പോഴും ഇക്കാര്യത്തിൽ പരസ്യമായുള്ള പ്രതികരണത്തിലേക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ ഇത് നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയൊക്കെ എല്ലാ വേദികളിലും ഈ ഒരു മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ ഒരു സാഹചര്യവും അതിന്റെ രാഷ്ട്രീയവും ഒക്കെ വലിയ ചർച്ചയാക്കുന്ന സാഹചര്യത്തിലാണ് കൊടി വീശിയതിന് KSU പ്രവർത്തകർ MSF പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് എന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റു മുന്നണികൾ LDFും NDAയും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഇത് പ്രചരണത്തിൽ പലയിടത്തും ഇത് ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരുപക്ഷെ ഈ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത
ഈ ഒരു സംഘാടകർ കാണിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് ഈ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഒരു പ്രസ്താവനയായിട്ട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ലഭ്യമായ ഒരു വിവരം ഇപ്രകാരമാണ്. തീർച്ചയായും അത് തന്നെയാണ്. മലപ്പുറം വണ്ടൂരിലാണ് MSFും KSU പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. വിവരങ്ങൾ നൽകിയായിരുന്നു മലപ്പുറത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ്. മറ്റ് തെരഞ്ഞെടുപ്പ്